ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുന്നു, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലുതല്ല. ഇത് ഈശോ പറയുന്നത് യൂദാസിനെ കുറിച്ചാണ്. കാരണം യൂദാസ് അയക്കപ്പെട്ടവനാണ്. യൂദാസ് ചിന്തിക്കുന്നത്, എന്നെ അയച്ച ഈശോനേക്കാൾ വലിയ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ യൂദാസിൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. അതിൻ്റെ മുന്നറിയിപ്പാണ് ഇന്നത്തെ ഗോസ്പൽ ഈശോ കൊടുക്കുന്നത്. ഈശോ സങ്കീർത്തനം 41:9 പറയുക. അതിൽ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, എൻ്റെ പ്രാണനായൊരു കൂട്ടുകാരൻ, ഞാൻ വിശ്വസിച്ചവൻ, കൂടെ ഭക്ഷിച്ചവൻ, അവനെനിക്കെതിരെ കുതികാൽ ഉയർത്തി. അതാണ് ഈശോ കോട്ട് ചെയ്യുന്നത്. ഇനി ദാവീദ് രാജാവ് ആരെക്കുറിച്ച് അതിൽ പറയുന്നത്? ദാവീദ് രാജാവ് അഹിത്തോഫേൽ എന്ന് പറയുന്ന തൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവിനെക്കുറിച്ചാണ് പറയുക. ഈ സംഭവം 2 സാമുവേൽ 15 നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവിൻ്റെ മകൻ അബ്സലോം ഒരു അട്ടിമറിയിലൂടെ അപ്പൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു കലാപൊരുക്കാണ്. ആ കലാപത്തിന് കൂട്ടു നിൽക്കുന്നത് ദാവീദ് രാജാവിൻ്റെ വിശ്വസ്തന ഉപദേഷ്ടാവ് അഹിത്തോഫേലാണ്. പക്ഷേ കലാപവും അട്ടിമറിയൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നു അഹിത്തോഫേൽ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവും അഹിത്തോഫേലും, പുതിയ നിയമത്തിൽ അതിൻ്റെ പാരലൽ നമ്മൾ കാണുന്നത് ഈശോയും യൂദാസും. ഇത് കരുതിയിരിക്കാനുള്ളൊരു മുന്നറിയിപ്പാണ്. അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലുതല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊക്കെ ഒരു പക്ഷെ നല്ല ഇടയന്മാരായിരിക്കാം, നമ്മൾ നല്ല മെസ്സേഞ്ചേഴ്സ് ആയിരിക്കാം, നമുക്കൊരുപാട് ദൂതൊക്കെ കിട്ടുന്നുണ്ടാവാം. പക്ഷെ എപ്പോഴും ഓർക്കണം, നല്ല ഇടയൻ്റെ മുന്നിൽ, നമ്മൾ അയച്ചവൻ്റെ മുന്നിൽ നമ്മൾ വെറും ആടുകൾ മാത്രമാണ്.